കാസർഗോഡാണ് ഞാനുള്ളത്. കർണാടക പുത്തൂരിലെ നേർലക്കട്ടെ എന്ന് പറയുന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യാന ഓഡിറ്റോറിയത്തിന് മുന്നിൽ. ഈ ഓഡിറ്റോറിയത്തിൽ നിന്നൊരു വിപുലമായ ഒരു കല്യാണ ഫംഗ്ഷൻ നടക്കുന്നുണ്ട്. അതിലേക്ക് എത്തിയതാണ്. ഏതായാലും നമുക്ക് വീഡിയോ ഡീറ്റെയിൽ ആയി കാണാം. നമ്മളെ നിള കാറ്ററിംഗ് ടീമാണ് ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ മൊത്തം സെറ്റ് ചെയ്യുന്നത്. ഏതായാലും നിളാന്റെ നമ്മൾ മുമ്പും ഇതിന് വലിയ പ്രോഗ്രാമുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഏതായാലും ഇന്നത്തെ ഫുഡും എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിൽ കാണാം. അങ്ങോട്ട് പോവാം. പാചകപുരിയിലെത്തുമ്പോൾ വിഭവങ്ങളുടെ മേക്കിംഗ് ഒക്കെ നേരത്തെ തന്നെ തുടങ്ങിയതായി കാണുന്നു. ഏകദേശം 10,000 പേർക്കുള്ള ഭക്ഷണമാണ് ഇന്ന് ഒരുക്കുന്നത്. അടുപ്പിലിങ്ങനെ ഒന്നിച്ച് ഇവിടെ മട്ടൻ ബിരിയാണി 50 കിലോ ചെമ്പിലും അതുപോലെ തന്നെ 25 കിലോ എന്ന രീതിയിൽ ചിക്കൻ ബിരിയാണി ഇവിടെ മേക്ക് ചെയ്യുന്നുണ്ട്. പ്രധാനമായി അതിന്റെ ചൂടും അതിന്റെ രുചിയും അതിന്റെ ആ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിലുള്ള ഒരു മേക്കിംഗ് എന്നാണ് അവർ പറഞ്ഞത്. നിളയെ സംബന്ധിച്ചിടത്തോളം അവരൊരുക്കുന്ന എല്ലാ വിഭവങ്ങളിലും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അതിന് തന്നെയാണ് അവർ വലിയ പ്രാധാന്യം നൽകുന്നത്. ഇവിടെ ഇറക്കുമതി ഫിഷുകളുടെ മേക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ഒരുപാട് വിഭവങ്ങളാണ് ഇന്നത്തെ ഫംഗ്ഷനിൽ പ്രധാനമായി എടുത്തു പറയാനുള്ളത്. അങ്ങനെ ഐറ്റമുകളുടെ മേക്കിംഗ് ഒക്കെ ഒരു ഭാഗത്ത് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നു. ടീം ട്രയാങ്കിളിന്റെ അംഗങ്ങളടക്കം ഏകദേശം 400-ലധികം വരുന്ന ബോയ്സ് ആൻഡ് ലേഡി സർവീസ് സ്റ്റാഫ് അംഗങ്ങൾ ഇന്നത്തെ വർക്കിൽ അണിനിരക്കുന്നുണ്ട്. നിള കാറ്ററിംഗ് ടീം MD മുസ്തഫാക്ക തന്നെ വർക്കിന് മുമ്പായി എല്ലാ ടീമുകൾക്കും വളരെ കൃത്യമായ രീതിയിലുള്ള നിർദ്ദേശം നൽകുന്നുണ്ട്. ആദ്യം വെൽക്കം ജ്യൂസിലാണ് തുടങ്ങുന്നത്. ഏതായാലും നിക്കാഹ് സേഴ്സിനുള്ള സമയം കൂടി അടുത്തു വന്നിട്ടുണ്ട്. ഒരു പ്രമുഖൻ പുത്തുവാജി ബായാറിന്റെ മകനും BK ബിൽഡ് മാർട്ട് ഓണറുമായിട്ടുള്ള മൊയിനുദ്ദീൻ BKയുടെ നിക്കാവും അനുബന്ധ സൽക്കാരവുമാണ് ഇന്ന് നടക്കുന്നത്. വളരെ മനോഹരമായ ഒരു നിക്കാഹ് വേദി. ഏതായാലും നിക്കാഹ് കഴിഞ്ഞു ഭക്ഷണം ആരംഭിച്ചിട്ടുണ്ട്. നാട്ടിലെയും മറുനാട്ടിലെയും ഒരുപാട് വിശിഷ്ട അതിഥികളാണ് ഇന്നത്തെ ഈ സൽക്കാരത്തിൽ എത്തിയിട്ടുള്ളത്. എല്ലാ വിഭവങ്ങളും ഉൾക്കൊണ്ട് എല്ലാവർക്കും തുല്യ പരിഗണനയോടെയുള്ള ഒരു അടിപൊളി സൽക്കാരമാണ് ഇവിടെ നടക്കുന്നത്. തേങ്ങാപ്പത്തൽ, കമീറ റൊട്ടി, ചിക്കൻ നാടൻ വറുത്തരച്ച കറി, മട്ടൻ വൈറ്റ് കുറുമ, മട്ടൻ ദം ബിരിയാണി, മട്ടൻ മസാല, തവ ചിക്കൻ, ചിക്കൻ ടിക്ക, മലായ് കബാബ്, അരിയാലി ടിക്ക, വ്യത്യസ്ത ഇനം ഫിഷ് ഫ്രൈ, സാലഡ്, അങ്ങനെ തുടങ്ങി ഒരുപാട് വിഭവങ്ങൾ. ചിക്കൻ ടിക്കയൊക്കെ വലിയ കൗണ്ടറിൽ എത്ര വേണമെങ്കിലും കഴിക്കും. കൂടാതെ വ്യത്യസ്ത ഇനം സ്വീറ്റ്സുകൾ, കേക്കൊക്കെ ലൈവായി തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്. ഗുലാബ് ജാം, ക്യാരറ്റ് ഹൽവ, അങ്ങനെ തുടങ്ങി വേറെയും ഒരുപാട് സ്വീറ്റ്സുകളുണ്ട്. അങ്ങ് കർണാടക പ്രദേശത്ത് നടന്ന ഒരു വിവാഹ ഫംഗ്ഷൻ ആണെങ്കിലും വിഭവങ്ങളും സെറ്റിംഗ്സിലും എല്ലാം കാസർഗോഡൻ ടച്ച് അത് തന്നെയാണ് ഇന്നത്തെ ഈ ഫംഗ്ഷനിൽ ഞാൻ ഉടനീളം കണ്ടത്. നിള കാറ്ററിംഗ് ടീം ഒരുക്കിയ ഫുഡാണെങ്കിലും ഇന്നത്തെ ഫംഗ്ഷൻ ആണെങ്കിലും ടോട്ടലി ആയിട്ട് അടിപൊളിയായിരുന്നു. ഇത്ര വലിയൊരു ഫംഗ്ഷൻ സംഘടിപ്പിച്ച ക്ലയന്റ് തന്നെ നമ്മോട് അഭിപ്രായം തുറന്നു പറയുകയാണ്. ഏതായാലും അതിലേക്ക് പോവുകയാണ്. നമ്മോടൊപ്പം നമ്മുടെ പുതിയാപ്പിളിന്റെ വാപ്പ പുത്തുവാജി ബായാർ തീർച്ചയായിട്ടും അദ്ദേഹം ചേരുന്നുണ്ട്. ഇന്നത്തെ ഫംഗ്ഷനെ കുറിച്ചിട്ടുള്ള എങ്ങനെയാണ് ഇന്നത്തെ ഭക്ഷണം? നിള കാറ്ററിംഗിന്റെ ഭക്ഷണം ആയി കഴിഞ്ഞാൽ സർവീസ് ഒക്കെ എന്ത് പറയുന്നത്? അൽഹംദുലില്ലാഹ് ഞങ്ങളെ ഏറ്റവും നല്ല രീതിയിൽ ഞങ്ങളെ ഫംഗ്ഷനിലൊക്കെ നല്ല രീതിയിൽ ഞങ്ങൾക്ക് ഏതൊരു ആരെയും ഒരു കുറവില്ലാതെ നിനക്ക് ആര് വന്നാലും ഇവിടെ കൂടിയ 10,000-ഓളം ആൾക്കാർ വളരെയധികം ഹാപ്പി ആയിട്ട് പോയിട്ടുണ്ട്. ഭക്ഷണത്തില് അഭിപ്രായം 100 മാർക്കും തന്നിട്ടാണ് വന്ന പകുതി ആളും എന്നോട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇത്ര ദൂരത്തുനിന്ന് നിലനെ നിങ്ങൾ ഇവിടെ കൊണ്ടുവരണം പ്രധാനം അവരെന്നെ വിളിക്കേണ്ട കാരണം എന്താണ്? കാരണം അവരെ 2-3 കാര്യത്തിന് ഞാൻ പോയതാണ്. കാറ്ററിംഗ് പരിപാടിക്ക് കാസർഗോഡ് ഫംഗ്ഷനിൽ ഞാൻ ഫുഡും അവരെ സപ്ലയറും അവരെ കൾച്ചറും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടാണ്. ടോട്ടൽ സർവീസ് ആയി കഴിഞ്ഞാലും ഭക്ഷണം ആയി കഴിഞ്ഞാലും ഇവിടെ നിങ്ങൾ ഹാപ്പിയാണ്? നിങ്ങളെ സ്വന്തം പരിപാടിയിൽ നല്ല ഹാപ്പിയാണ്. നല്ല ഹാപ്പിയാണ്.